എല്ലാവർക്കും കണ്ണൂർ മൗണ്ടൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ബ്രാൻഡ് വരെയാണ്, അതായത് മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ കീഴ്ത്തള്ളി. മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡനിൽ നമുക്ക് കാണാം ഒരുപാട് പലതരം വെറൈറ്റി. ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ ഇതാ നിറയെ പൂത്ത് നിൽക്കുന്ന സീഡ്ലെസ് ചാമ്പ, അതായത് റെഡ് ചാമ്പ സീഡ്ലെസ് നിറയെ പൂത്ത് അതേപോലെ പൂട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കറക്ഷൻ തന്നെ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ കശുമാവാണെങ്കിലും ശരി, അതുപോലെ കുറ്റിയാടിക്കുള്ളനും ഒരുപാട് ഇവിടെ ഉണ്ട്. അതിൻ്റെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യക്കാർക്ക് നമ്മൾ വീഡിയോയുടെ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഡെലിവറി ചെയ്യുന്നവർക്ക് സൗജന്യമായിട്ട് ഡെലിവറി ചാർജ് ഇല്ലാതെ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കാണുന്ന അനാറൊക്കെ നല്ല ഉഷാറില്ല അനാറിൻ്റെ തൈകളൊക്കെ കാണാം. ഒക്കെ 3 വർഷം കൊണ്ട് നിറയെ കായ് പിടിക്കുന്നതാണ്. നാംഡോക്കിമായി ഇപ്പം തരംഗമായി നിൽക്കുന്ന നാംഡോക്കിമയുടെ ഏറ്റവും ചെറിയ മാവിൻ തൈയാണ്. അപ്പോൾ ഇതിന് നമ്മളെടുക്കുക ചെറിയ അഫോർഡബിൾ റേറ്റാണ്. അപ്പോൾ അതൊക്കെ ഇവിടെ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മാവിൻ തൈയാണ് നാംഡോക്കിമായി. ഇപ്പോൾ അതുപോലെ വിയറ്റ്നാം സൂപ്പർ അലി വളരെ വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് മറ്റൊരു നഴ്സറിയിലും കിട്ടാത്ത വിലയിലാണ് നമ്മളെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ. അത് നമ്മുടെ ആപ്തവാക്യം തന്നെ ഒരു വർഷം 1000 മരങ്ങൾ നടുക എന്നാണ്. അതിപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. 1000-ൽ കൂടുതൽ മരം നമ്മൾ ഈ ഒരു വർഷം നട്ടു കഴിഞ്ഞു. അപ്പോൾ ഇനിയും വരും വർഷങ്ങളിലും അതുപോലെ നമ്മൾക്കറിയാം നമ്മുടെ കാലാവസ്ഥ ഒക്കെ വളരെ ദുർബലമായി നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇന്നലെയാണ് നമുക്കൊരു ഈ വർഷത്തിൽ ആദ്യമായിട്ടൊരു മഴ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ മഴ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഈ ഒരു ചെടികളൊക്കെ ഇവിടെ വറ്റി വരണ്ട് ഇങ്ങനെ വെള്ളമില്ലാതെ, അതായത് നമുക്കിവിടെ ഈ ഒരു കുന്നിൻ പ്രദേശമായതുകൊണ്ട് വെള്ളത്തിന് വലിയൊരു ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇന്നലെ നമുക്കൊരു മഴ ലഭിച്ചത്. അതുതന്നെ ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മഴകൾ ഇല്ലാതായിപ്പോയിരിക്കുന്നത്. മരങ്ങൾ മുറിച്ച് നീക്കിയതുകൊണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നികത്താനായിട്ട് ഇതുപോലെ ഒരുപാട് തൈകൾ നമുക്ക് വെച്ച് പിടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു മാക്സിമം അല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാമെന്നുള്ള ഉദ്ദേശമാണ് കണ്ണൂർ മൗണ്ടൻ. അപ്പോൾ കണ്ണൂർ മൗണ്ടൻ അറിയാം, എല്ലാ കുട്ടികൾക്കും ഫലവൃക്ഷ തൈകൾ സൗജന്യമായിട്ടൊക്കെ സ്കൂളുകൾക്ക് കൊടുക്കുന്നുണ്ട്. 3-4 വർഷമായിട്ട് ഇങ്ങനെ കൊടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഇനിയും അത് ചെയ്യാനായിട്ടുള്ള പ്രചോദനം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഉണ്ടാവണം. അപ്പോൾ ഇത് മല്ലികയുടെ ഒരു സെക്ഷനാണ്. മല്ലികയുടെ നല്ല ഉഷാറുള്ള മാവിൻ തൈകളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നല്ല പുഷ്ടിയുള്ള തൈകളാണ്. അപ്പോൾ ഇത് വന്നിട്ട് വിയറ്റ്നാം റെഡാണ്, വിയറ്റ്നാം റെഡ് ജാക്ക്. ഇതിങ്ങനെ കുള്ളനായിട്ടാണ് നിൽക്കുക. വലിയൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ മലേഷ്യൻ ഡ്രാഗൺ ഫ്രൂട്ടാണ്, മലേഷ്യൻ വെറൈറ്റിയാണ്. അതുപോലെ ഇത് നമ്മളെ ഏറ്റവും ട്രെൻഡായി നിൽക്കുന്ന മറ്റൊരു മാവാണ് കാലാപ്പാടി. അപ്പോൾ കാലാപ്പാടി ഇവിടെ കാണാം. അപ്പോൾ കാലാപ്പാടിയുടെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട്. ആവശ്യക്കാർക്ക് വരാം. അതുപോലെ തന്നെ നമ്മളെ വീഡിയോയുടെ അടിക്കാൻ നമ്പർ കണ്ട് ബുക്ക് ചെയ്യാം, എത്തിച്ചേരുന്നതാണ്. പിന്നെ നമ്മളെ ഫേമസ് ആയിട്ടുള്ള കുറ്റിയാട്ടൂർ മാവ്, നമ്പ്യാർ മാവ് എന്നറിയപ്പെടുന്ന അതിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അതായത് ഇതൊക്കെ 3 വർഷം കൊണ്ട് നിറയെ കായ് പിടിക്കുന്ന ബഡ് ഇനം തൈകളാണ്. അതുപോലെ തന്നെ ഞങ്ങൾ നാടനും ഇവിടെ റെഡിയാക്കി കൊടുക്കുന്നത്. കാരണം നാടൻ ഉണ്ടെങ്കിൽ മാത്രമേ ബഡ് തൈ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കൂ. പിന്നെ നമ്മുടെ സപ്പോർട്ടൊക്കെ വളരെ വിലക്കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമ്മളെ റെഡ് ലേഡി പപ്പായാണ്. 4 മാസം പ്രായമായിട്ടുണ്ട് ഇപ്പം. അപ്പോൾ ഇതിനെ നമ്മൾ വളമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പരിപാലിച്ച് വെച്ചേക്കാണ്. ഇത് അപ്പോൾ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട്. ആളെ റെഡിയായിട്ടുണ്ട്, കായ്ക്കാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. പൂവൊക്കെ നല്ലോണം പൂവിട്ട് വരികയാണ്. അപ്പോൾ ഇത് വെറും 4 മാസം പ്രായമായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും സംശയമുണ്ട്. ഇതിപ്പോൾ ശരിക്കും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുള്ളൻ പന്നി, അതുപോലെ തന്നെ പന്നിശല്യം. ഇത് പന്നി വല്ലാതെ കടിച്ച് പറിച്ച് നിന്ന ഒരു സാധനമാണ് പപ്പായ. അപ്പോൾ ഇവിടെ നമുക്ക് ഗേറ്റ് അടക്കുന്നതുകൊണ്ടാണ് പന്നി വരാതെ. അല്ലെങ്കിൽ പന്നി ഒരുപാടുള്ള സ്ഥലമാണ്. അപ്പോൾ ഇത് 4 മാസം പ്രായമുള്ളതാ. കാണിച്ചു കൊടുത്താൽ പൂവിട്ട് കാണിച്ചു കൊടുത്താൽ നിറയെ പൂവിട്ട് വരികയാണ്. 4 മാസമായിട്ടുള്ളൂ. റെഡ് ലേഡിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ് ലേഡീൻ്റെ വിശേഷം. ഇത് നാംഡോക്കിമായി നാംഡോക്കിമായിൻ്റെ ഗോൾഡിൻ്റെ വേറൊരു തരത്തിൽ തൈയാണ്. കുറച്ചും കൂടെ നേരത്തെ കാണിച്ചാലും കുറച്ചും കൂടെ വലുതാണിത്. അപ്പോൾ അതിന് 3 തരത്തിലുള്ള റേറ്റാണ്. അതിന് കുറച്ച് കുറവാണ്. അതിനും കൊണ്ട് കുറച്ചൊരു 10-200 കൂടുതൽ. അപ്പോൾ നാംഡോക്കിമായി ഗോൾഡിൻ്റെ ഒരു കളക്ഷനാണിത്. അതുപോലെ തന്നെ ഇത് നാംഡോക്കിമായി പർപ്പിൾ. ഇതിനെക്കാട്ടും കുറച്ചും കൂടെ വില ഇതിൽ കൂടുതലുണ്ട് നാംഡോക്കിമായി പർപ്പിളിന്. അപ്പോൾ ഇതൊക്കെ രുചിയുടെ കാര്യത്തിൽ അതായത് നമ്പർ 1-ൽ നിൽക്കുന്ന മാങ്ങയാണ് നാംഡോക്കിമായി ഗോൾഡ്, നാംഡോക്കിമായി എന്ന് പറയുന്ന സെക്ഷൻ മുഴുവനായിട്ടും. അതുപോലെ തന്നെ ഇത് ട്രോപ്പിക്കൽ അവക്കാഡോ. ഇത് 4 വർഷം കൊണ്ടാണ് നമുക്ക് ഇവിടെ കായ്ക്കുന്നത്. ഇപ്പോൾ ഉറപ്പായിട്ടും കായ്ക്കും. കാരണം ഇതിൻ്റെ ബഡ് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ്. ഇത് ബഡ് കാണിച്ചു കൊടുത്താൽ V ആകൃതിയിലാണ് ഇതിൻ്റെ ബഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ലോഗോയിൽ കാണുന്ന ആ ഒരു വൃക്ഷമാണ്. അപ്പോൾ ഇതിനെയാണ് ഞങ്ങൾ ലോഗോ ആക്കി എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ
മൗണ്ടൻ വ്യൂയുടെ ലോഗോ, അതായത് നാംഡോക്കിമയുടെ ഒരു മാവാണിതാ ഇവിടെ നമുക്ക് പൂത്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ ഇത് നിറയെ തെപ്പും അല്ലെങ്കിൽ ഇത് പുതിയ ബ്രാഞ്ചുകളൊക്കെ വന്നിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൗണ്ടൻ വ്യൂ ഫ്രൂട്ട് ഗാർഡൻ്റെ ലോഗോ ആയിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന ഒരു മരം. അപ്പോൾ ഇത് 3ാമത്തെ വർഷമാണ് പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പ്രതീക്ഷയൊക്കെ തെറ്റിച്ചില്ല, പൂത്ത് കായ്ക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് ആൾ. അപ്പോൾ ഇതിന് ഇങ്ങനെ എനിക്ക് ചെയ്യാനായിട്ട് ഒരു 3500 രൂപ വില വന്നിട്ടുണ്ട്. അതായത് ഇത് ഫാമിലി പ്ലാസ്റ്റിക്കിൻ്റെ 15 വർഷം ഗ്യാരണ്ടിയിലെ പോട്ടാണ്. അപ്പോൾ അതിനകത്താണ് നമ്മുടെ അത്യാവശ്യം നല്ല വിലയില്ല ഈ ഒരു നാംഡോക്കിമൈ മാവിന് വെച്ചേക്കുന്നത്. പിന്നെ ഇതൊക്കെ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ വലിയ ഐറ്റം നിറയെ കായ് പിടിച്ചിട്ട് കാണാം. നിറയെ എപ്പോഴും കായ്ച്ചുകൊണ്ടിരിക്കുന്ന ഒരു മിറാക്കിൾ ഫ്രൂട്ടാണ്. അപ്പോൾ നിറയെ പച്ചയും പഴുത്തൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ കാണാം. പിന്നെ ഇത് കാണുന്നത് കുറ്റിമുരിങ്ങ, എപ്പോഴും കുള്ളനായിട്ട് തന്നെ നല്ലോണം കായ്ക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയ കളക്ഷൻ നമ്മുടെ നഴ്സറിയിലുണ്ട്. ഇത് നമുക്ക് കാണാൻ എല്ലാം കുറ്റിമുരിങ്ങ ലെയർ ചെയ്തിട്ട് ചെയ്യുന്നതാണിത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നഴ്സറിയിൽ ഇപ്പോൾ ഉള്ളത്. പിന്നെ മറ്റൊരു വലിയ വൃക്ഷം, അതായത് നമ്മുടെ നഴ്സറിയിലെ വലിയൊരു പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ് വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ യെല്ലോ. റെഡ് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വെറൈറ്റി ആയിട്ട് നമ്മൾ വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ യെല്ലോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്നെക്കാട്ട് ആയിട്ടുണ്ട്. ഇത് വെറും നമ്മൾ 1000 രൂപക്കാണ് കൊടുക്കുന്നത്. ആവശ്യക്കാർക്ക് സ്വന്തമാക്കാം. നല്ല പുഷ്ടി കാണിച്ചു കൊടുത്ത് തൈനൊന്ന് കാണിച്ചു കൊടുത്ത് ഈ ഒരു തൈയുടെ പുഷ്ടി ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതിൻ്റെ നല്ല ഉഷാറുള്ള തൈകളാണ്. അപ്പോൾ നമ്മളങ്ങനെ പരിപാലിക്കുന്ന കൊണ്ടാണ് ഇതിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ ഉണ്ട്. ഇത് വിയറ്റ്നാം സൂപ്പർ ഏർലിയുടെ യെല്ലോ ആണ്. അത് നമ്മൾ വെറും 1000 രൂപക്കാണ് ഇവിടെ കൊടുക്കുന്നത്. 1000 രൂപ കൊടുക്കുന്നുണ്ട്. 1000 രൂപ 1300 റേറ്റ് 1000 രൂപക്ക്. അതായത് മൗണ്ടൻ വ്യൂവിൻ്റെ ഓഫറാണത്. അപ്പോൾ ഇതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് നമ്മൾ വീഡിയോയുടെ അടിയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നത്. ഹോം ഡെലിവറി ഉണ്ട്. കണ്ണൂരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേരും. മറ്റ് ജില്ലകളിലും ഡെലിവറിയൊക്കെ ഉണ്ട് നമ്മൾ. ഇത് നമ്മുടെ കാലാപ്പാടിയുടെ വലിയ, അതായത് കായ്ച്ചു നിൽക്കുന്നത്, അതായത് പൂക്കുന്നതും പൂത്തതുമായ തൈകളാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ നമുക്കിവിടെ കാണാം. ഇന്നലത്തെ മഴയിൽ, ശക്തമായ കാറ്റിലും മഴയിലൊക്കെ കൊമ്പൊക്കെ ഒടിഞ്ഞു പോയി. അപ്പോൾ ഇതുപോലെ ഒടിഞ്ഞ കൊമ്പുകളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഇതിന് സെറ്റാക്കി കൊടുക്കണം. അല്ലെങ്കിൽ ഇതിന് ഭയങ്കരമായ ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ കൊമ്പ് അല്ലെങ്കിൽ അതൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ഇതുപോലത്തെ കട്ടർ വെച്ചിട്ട്, പൂണിയും കട്ടർ വെച്ചിട്ട് കട്ട് ചെയ്യാവുള്ളൂ. ഇങ്ങനെ കത്തിയെടുത്ത് കൊത്തിയോ മുറിക്കുകയോ ചെയ്താൽ ഇതിന് വലിയൊരു ക്ഷീണം ഉണ്ടാക്കും. നമ്മൾ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ പരിപാലിച്ചാൽ മാത്രമേ നമ്മളെ ഈ ഒരു ഫലവൃക്ഷങ്ങളൊക്കെ നമുക്ക് ഗുണങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഫലങ്ങൾ തരുള്ളൂ. ഇത് വന്ന് നാംഡോക്കിമയുടെ വലിയ, അതായത് പൂത്ത് നിൽക്കുന്ന, കാണിച്ചു കൊടുത്ത് ഇവിടെ കാണിച്ചു കൊടുത്ത് പൂവിട്ട് നിൽക്കുന്ന തൈകളാണ്. അപ്പോൾ ഇതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്, നമ്മളെടുക്കാം. ഇതിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് നാംഡോക്കിമായി ഗോൾഡാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മൗണ്ടൻ വ്യൂ നഴ്സറിയുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.